പ്രിയമിത്രങ്ങളെ, ഇന്നത്തെ കഥ ആരംഭിക്കാം. പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റജിമോനെ, നീ എവിടെയാ? ഞാൻ സ്റ്റാൻഡിലുണ്ടല്ലോ. എന്താ ചേച്ചി? നീ പെട്ടെന്ന് വീട്ടിലേക്കൊന്ന് വാ. മോൾക്ക് ഇന്നലെ രാത്രി തുടങ്ങിയ പനിയാ. നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം. ഞാൻ ദാ വന്നു ചേച്ചി എന്ന് പറഞ്ഞ് റജിമോൻ ഫോൺ കട്ട് ചെയ്തു. എങ്ങോട്ടാടാ റജിമോനെ? പുറകിൽ കിടന്ന വണ്ടി തള്ളി മുന്നിലോട്ടിടുന്നതിനിടയിൽ രാജേഷ് ചോദിച്ചു. നമ്മുടെ വിശ്വൻ ചേട്ടന്റെ മോൾക്ക് സുഖമില്ല, ഹോസ്പിറ്റൽ കൊണ്ടുപോകണമെന്ന് തല വെളിയിലേക്ക് ഇട്ടിട്ട് റജിമോൻ പറഞ്ഞു. ചെല്ല് ചെല്ല്, നീയാണല്ലോ ഇപ്പൊ അവിടുത്തെ എല്ലാം, രാജേഷ് കളിയാക്കിയ രീതിയിൽ പറഞ്ഞു. റജിമോൻ അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ വണ്ടിയെടുത്ത് മുന്നോട്ട് പോയി. വണ്ടി ആ ചെറിയ ഷീറ്റിട്ട വീടിന് മുന്നിൽ എത്തിയപ്പോ 4 വയസ്സുള്ള തത്തമോളയും എടുത്തുകൊണ്ട് തങ്കം റോഡിലേക്ക് വന്നു. തത്തമോളെ സീറ്റിലിരുത്തി തങ്കവും ഉള്ളിലേക്ക് കയറിയിരുന്നു. മോൾക്ക് തീരെ വയ്യാന്ന് തോന്നല്ലോ ചേച്ചി. രാത്രി ചെറുതായി പനിയുണ്ടായിരുന്നു, രാവിലെ ആയപ്പോഴേക്കും കൂടി. ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് അല്ലേ? അവൻ തിരിഞ്ഞു ചോദിച്ചു. അതെ, വേറെ എവിടെയെങ്കിലും കാണിക്കാൻ പറ്റിയ ഒരവസ്ഥ അല്ലല്ലോ റജിമോനെ ഇപ്പോ എന്റേത്. എല്ലാം നിനക്കറിയാവുന്നതല്ലേ? ഏയ്, പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാൾ നല്ലത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ചേച്ചി. ചേച്ചി ഒരു മിനിറ്റ്, ഇന്നത്തെ ചിട്ടിക്കുള്ള കാശ് ആ രാജേഷ് ചേട്ടന്റെ കയ്യിൽ ഒന്ന് കൊടുത്തിട്ട് വരാം. റജിമോൻ ഓട്ടോ സ്റ്റാൻഡിന്റെ അരികിലായി വണ്ടി നിർത്തി. റജിമോന്റെ വണ്ടി കണ്ടതും രാജേഷ് വണ്ടിക്കരികിലേക്ക് വന്നു. എന്താ തങ്കം, മോൾക്ക് പനി പിടിച്ചോ? തങ്കം അയാളുടെ മുഖത്ത് പോലും നോക്കാതെ ഒന്ന് മൂളി. അതേ, ഞങ്ങളെ കൂടിയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യണം കേട്ടോ. അതോ കൊച്ചു പയ്യന്മാരെ മാത്രമേ ഓട്ടം വിളിക്കാറുള്ളോ? രാജേഷിന്റെ അർത്ഥം വെച്ചുള്ള സംസാരത്തിൽ തങ്കം വല്ലാതെയായി. റജിമോനെ, നീ കാശ് കൊടുക്കുന്നെങ്കിൽ കൊടുത്തിട്ട് വാ. അവൾ ദേഷ്യപ്പെട്ടു. നിങ്ങൾക്ക് എന്തിന്റെ കേടാ രാജേഷ് ചേട്ടാ? ചെല്ലടാ ചെല്ല്. രണ്ടാളെയും കുറിച്ച് ചിലതൊക്കെ നാട്ടിലെ പിള്ളേര് പറഞ്ഞ് നടക്കുന്നുണ്ട്. അനാവശ്യം പറയരുത്. റജിമോൻ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി. റജിമോനെ, നീ വാ, മോളെ വേഗം ഡോക്ടറെ കാണിക്കണം. തങ്കം അവനെ തടഞ്ഞു. ഞാൻ വന്നിട്ട് ഇതിന് മറുപടി തരാം പറഞ്ഞിട്ട് റജിമോൻ ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. അവർ പോയ വഴിയിലേക്ക് തന്നെ ദൃഷ്ടി ഊന്നി രാജേഷ് ഒന്ന് ചിരിച്ചു. 30 വയസ്സായില്ല റജിമോന്. ഡിഗ്രി കഴിഞ്ഞ് ജോലിയൊന്നും ശരിയാ കഴിഞ്ഞിട്ട് വീട്ടിലെ കഷ്ടപ്പാട് കൊണ്ട് ഓട്ടോ കുപ്പായം ധരിച്ചതാണ്. നന്നായി സംസാരിക്കുകയും ഏത് സമയത്തും വിളിച്ചാലും കൃത്യമായി എത്തുകയും ന്യായമായ കൂലി മാത്രം വാങ്ങുകയും ചെയ്യുന്നത് കൊണ്ട് അന്നാട്ടിലെ ആളുകൾ കൂടുതലും റജിമോനെയാണ് ഓട്ടം വിളിക്കാറ്. അതുകൊണ്ട് തന്നെ രാജേഷിനും മറ്റും 1-2 പേർക്കും അവനോടത്ര താല്പര്യമില്ല. എങ്ങനെയും അവനെ ആ സ്റ്റാൻഡിൽ നിന്ന് തുരത്തണം, അത് മാത്രമാണ് അവരുടെ ചിന്ത. റജിമോനെ, നീ ഞങ്ങളുടെ ഓട്ടോ ഓടണ്ടടാ. തങ്കം ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് ആക്സിലേറ്ററിൽ നിന്ന് കൈ അയച്ച് റജിമോൻ തങ്കത്തിനെ ഒന്ന് നോക്കി. എന്താ ചേച്ചി, എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? ഒന്നുമില്ല, നീ കൊച്ചു ചേർക്കാനല്ലേ, കല്യാണം പോലും കഴിച്ചിട്ടില്ല. നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. ഇനി എന്റെ പേര് വെച്ച് അതില്ലാതാക്കണോ? 2 വർഷമായി ശരീരം തളർന്ന് അനങ്ങാൻ പോലും വയ്യാതെ കട്ടിലിൽ കിടക്കുന്ന ഒരാളുടെ ഭാര്യയെ അവളുടെ സ്വന്തം സഹോദരന്റെ കൂടെ കണ്ടാലും അതിന് മറ്റൊരർത്ഥം കണ്ടുപിടിക്കുന്നവരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ അവരുടെ വാക്കുകളെ ശ്രദ്ധിക്കില്ല, പറയുന്നവർ പറയട്ടെ ചേച്ചി. പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ല. നിനക്കൊരു ജീവിതമുണ്ട്, അത് ഈ ഒരു ഇല്ലാവചനങ്ങളുടെ പേരിൽ നശിക്കരുത്. ഹോസ്പിറ്റലിലെത്തി. അവൻ പറഞ്ഞു, നീ വെയിറ്റ് ചെയ്യുമോ? ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് വരാം. ധൃതി ഉണ്ടെങ്കിൽ പൊയ്ക്കോ. ഇല്ല, ഞാൻ അപ്പുറത്ത് പാർക്കിങ്ങിൽ ഉണ്ടാവും, കഴിഞ്ഞിട്ട് വാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മിസ് കാൾ ചെയ്യേ. തങ്കം കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിനുള്ളിലേക്ക് പോയി. ആ വലിയ വാഹമരത്തിന് താഴെ വണ്ടി പാർക്ക് ചെയ്തിട്ട് റജിമോൻ മെല്ലെ പിറകിലെ സീറ്റിലേക്ക് ഇരുന്നു. അവന്റെ ഓർമ്മകൾ 4 വർഷം പിറകിലേക്ക് പോയി. ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് കഷ്ടിച്ച് 1/2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ സാബുവിന്റെയും തങ്കത്തിന്റെയും വീട്ടിലേക്ക്. അവർ അവിടെ താമസം തുടങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടുണ്ടാവും. ഏതോ മലയോര പ്രദേശമാണ് അവരുടെ നാട്. അവിടുന്നെല്ലാം വിറ്റുപറക്കി അല്പം കൂടി മെച്ചപ്പെട്ട ഒരു സ്ഥലത്ത് താമസിക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് അവർ ഇവിടെ കുറച്ച് സ്ഥലം വാങ്ങി അവിടെ ഒരു കൊച്ചു വീടുണ്ടാക്കി ഭാര്യയും ഭർത്താവും 1 വയസ്സ് മാത്രം പ്രായമുള്ള മകളുമായി താമസം തുടങ്ങിയത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സാബുവും തങ്കവും തത്തയും ആ നാടിനോടും നാട്ടുകാരോടും അടുത്തു കഴിഞ്ഞിരുന്നു. ഓട്ടോ സ്റ്റാൻഡിലെ മിക്കവരും സാബുവിന്റെ അടുത്ത സുഹൃത്തുക്കളുമായി. അതിനിടയിൽ കവലയിൽ തന്നെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ സാബുവിന് ജോലിയും ലഭിച്ചു.
അത്യാവശ്യം വരുമാനം കൊണ്ട് ആ കുടുംബം സന്തോഷമായി കഴിഞ്ഞു പോരുന്നു. 2 വർഷം മുമ്പാണ് ഇത് സംഭവിച്ചത്. കടയിൽ അരിച്ച കട്ടിയിടുന്നതിനിടയിലാണ് സാബുവിനെ ഒരു നെഞ്ചുവേദന വന്നത്. തളർന്നു വീണ സാബുവിനെ കടയിലുണ്ടായിരുന്നവർ കോരിയെടുത്തു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ജീവൻ തിരിച്ചു കിട്ടി. പക്ഷെ ശരീരത്തിന്റെ പകുതിയോളം തളർന്നു പോയിരുന്നു. അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് ഓട്ടോയിൽ കൊണ്ടുപോയത് റെജിമോനായിരുന്നു. ആരൊക്കെയോ കൂടി പൊക്കിയെടുത്ത് സാബുവിനെ കട്ടിലിൽ കിടത്തി. റെജിമോൻ കുറച്ചുനേരം അയാളുടെ അടുത്തിരുന്നു. പോട്ടെ, പിന്നെ വരാമെന്ന് പറഞ്ഞിറങ്ങുമ്പോൾ സാബുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. സാബുവേട്ട, വിഷമിക്കരുത്. എന്താവശ്യത്തിനും ഒരു അനുജനെ പോലെ ഞാനുണ്ടാകും. എന്തു വേണമെങ്കിലും വിളിച്ചാൽ മതി, ഞാൻ വരാം. അതും പറഞ്ഞ് റെജിമോൻ ഇറങ്ങി. തങ്കത്തിന്റെ കണ്ണുകളും നനഞ്ഞിരുന്നു. ചേച്ചി, ഇനി എങ്ങനെയാ വീട്ടിലെ ചെലവിന്റെ കാര്യമൊക്കെ? ചേച്ചിക്ക് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരട്ടെ ഞാൻ? ഇപ്പൊ വേണ്ട റെജിമോനെ. മോളെ ഞാൻ ആരെ ഏൽപ്പിച്ചു പോകും? സാബുവേട്ടനെ ആര് നോക്കും? ഞങ്ങളുടെ അവിടുത്തെ സ്ഥലം വിറ്റതിൽ കുറച്ച് പൈസ ബാങ്കിലുണ്ട്. തൽക്കാലം ചിലവിന് അതിൽ പോകട്ടെ, അത് കഴിഞ്ഞ് നോക്കാം, അവൾ പറഞ്ഞു. അന്നു മുതൽ ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെ റെജിമോൻ അവിടെയുണ്ട്. സാബുവിനെ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും മരുന്ന് വാങ്ങാനും വീട്ടിലെ സാധനങ്ങൾ വാങ്ങാനും എല്ലാം റെജിമോൻ ശ്രദ്ധിച്ചിരുന്നു. പോകാം. തങ്കത്തിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് റെജിമോൻ കണ്ണു തുറന്നത്. ഡോക്ടർ എന്തു പറഞ്ഞു ചേച്ചി? ഓ, ചെറിയ പനിയേ ഉള്ളൂ, മരുന്ന് തന്നു. ആഹാ, തത്തക്കുട്ടി ഇപ്പൊ ഉഷാറായല്ലോ. ചിരിച്ചുകൊണ്ട് അവൻ തത്തയുടെ കവിളിൽ ചെറുതായൊന്ന് നുള്ളി. ചേച്ചി, സാബുവേട്ടനെ നാളെയല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത്? അതെ, കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടറിന് നല്ല പ്രതീക്ഷയുണ്ട്. മരുന്ന് മുടക്കരുത്, ഏത് നിമിഷവും അത്ഭുതം സംഭവിക്കാം. എന്റെ സാബുവേട്ടനെ എനിക്ക് തിരിച്ചു കിട്ടും എന്നൊക്കെയാണ് ഡോക്ടർ പറയുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്. ചേച്ചിയുടെ വിഷമമെല്ലാം ഒരു ദിവസം മാറും. വീടിന്റെ വാതിൽക്കൽ അവരെ ഇറക്കി റെജിമോൻ അവന്റെ വീട്ടിലേക്ക് പോയി. അന്ന് രാത്രി ഏകദേശം 11 മണിയായി കാണും. രാജേഷ് സ്റ്റാൻഡിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. എതിരെ റെജിമോൻ നടന്നു വരുന്നു. ഡാ റെജിമോനെ, നീ പാതിരായ്ക്ക് എങ്ങോട്ടാ ധൃതിയിൽ നടന്നു പോകുന്നത്? ഞാൻ എവിടെ പോകുന്നുവെന്നൊക്കെ ഇയാളോട് പറയണോ? റെജിമോൻ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. ആ, അത് നീ പറയാതെ തന്നെ അറിയാലോ. ചെല്ല്, കെട്ടിയോൻ മരുന്ന് കഴിച്ച് കിടന്നുറങ്ങി കാണും. അല്ലെങ്കിൽ അങ്ങേരെ കണ്ടാൽ തന്നെ എന്ത് ചെയ്യാനാ? അനങ്ങാൻ പോലും പറ്റാതെ കിടക്കുവല്ലേ പാവം. നിന്റെയൊക്കെ ഭാഗ്യം, രാജേഷ് കള്ളച്ചിരിയോടെ പറഞ്ഞു. തികട്ടി വന്ന ദേഷ്യം ഉള്ളിലടക്കി റെജിമോൻ നടന്നു. രാജേഷ് അല്പം കൂടി മുന്നോട്ട് മാറ്റി വണ്ടി നിർത്തി. ഫോൺ എടുത്ത് നമ്പർ കുത്തി. രഘു, ലവനില്ലേ ആ റെജിമോൻ? അവന്റെ കള്ളപ്പണി നമുക്കിന്ന് പൊക്കാം. അവൻ അവളുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. നീ മറ്റവരെ കൂടി വിളിച്ചുകൊണ്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ സാബുവിന്റെ വീട്ടിലേക്ക് വാ. ഇവിടുള്ള 3-4 വീടുകൾ കൂടി കാര്യം പറഞ്ഞ് അവരെ കൂടി വിളിക്ക്. അവനെയും അവളെയും ഇന്ന് നമുക്ക് നാറ്റിക്കണം. ദേ, ഞങ്ങൾ വന്നു കഴിഞ്ഞു. മറുതലയ്ക്കൽ ഫോൺ കട്ടായി. 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും 8-10 പേര് സാബുവിന്റെ വീടിന്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. ഡാ റെജിമോനെ, ഇറങ്ങി വാടാ, ഒരുത്തൻ അലറി. എടി തങ്കം, അവനെ ഇങ്ങോട്ട് ഇറക്കി വിടടി. ഇവിടെ നടക്കുന്നൊന്നും ഞങ്ങൾ അറിയുന്നില്ലെന്നാണോ നിന്റെ വിചാരം? ഇതിവിടെ നടപ്പില്ല. പലരുടെയും ശബ്ദം ഉയർന്നു. പെട്ടെന്ന് കതക് തുറന്ന് തങ്കം വെളിയിലേക്ക് വന്നു. എന്താ നിങ്ങളുടെ പ്രശ്നം? റെജിമോൻ ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അവന് പാതിരാത്രി ഇവിടെ എന്താ കാര്യം? ഞങ്ങൾ കുറെ ആളുകൾ ഇവിടെ മാന്യമായി ജീവിക്കുന്നുണ്ട്. ഈ അവിഹിതമൊന്നും ഇവിടെ നടക്കില്ല. അപ്പോഴേക്കും കതകു തുറന്ന് പുറത്തേക്കിറങ്ങിയ റെജിമോന്റെ നേരെ രാജേഷ് ചാടി വീണു. തൊട്ടുപോകരുതവനെ. ശബ്ദം കേട്ട് രാജേഷ് തിരിഞ്ഞു നോക്കി. കൂടെ വന്നവരെല്ലാം ഞെട്ടി. സാബു ഒരു വടി തറയിൽ കുത്തി മെല്ലെ നടന്ന് പുറത്തേക്ക് വന്നു. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞാൻ ഒരിക്കലും ഇനി എഴുന്നേൽക്കില്ലെന്നോ നടക്കില്ലെന്നോ? അന്ന് ഞാൻ കിടപ്പിലായപ്പോൾ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയതല്ലേ നിങ്ങളൊക്കെ? ഇതുവരെ ആരെങ്കിലും ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയോ? എന്നാൽ അന്ന് മുതൽ ഈ നിമിഷം വരെ എന്നെ നോക്കിയത് ഇവൻ ഒറ്റയൊരുത്തൻ മാത്രമാണ്. അവന്റെ കരുതൽ കൊണ്ടാണ് ഇന്ന് എനിക്ക് എന്റെ കാലുകൾ ചലിപ്പിക്കാൻ കഴിഞ്ഞത്. എന്നിലുണ്ടാവുന്ന മാറ്റങ്ങൾ ഡോക്ടർ പറഞ്ഞ അത്ഭുതമാണെന്ന് മനസ്സിലായപ്പോൾ ഞാനാണ് പറഞ്ഞത് റെജിമോനെ വിളിക്കാൻ. അങ്ങനെയാണ് അവൻ വന്നത്. പിന്നെ ഇവൾ, എന്റെ ഭാര്യ തങ്കം. നിങ്ങൾ ഒളിഞ്ഞും മറഞ്ഞും അവളോട് പറഞ്ഞതും കാണിച്ചതുമായ വൃത്തികേടൊക്കെ എന്നോട് വന്ന് പറയുമായിരുന്നു. അവൾ വഴങ്ങില്ലെന്ന് കണ്ടപ്പോ നാണം കെടുത്താൻ ഈ പാവൻ റെജിമോനെയും നിങ്ങൾ കരുവാക്കി. മേലാൽ ഒരുത്തനും ഈ പടിക്കുള്ളിൽ കയറിയേക്കരുത്. രാജേഷ് കൂടെ വന്നവരെ വിളിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. ശബ്ദം കേട്ട് ഉറക്കമുണർന്ന തത്ത ഉമ്മറത്തേക്ക് വന്നു. അപ്പൻ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ട് അവൾക്ക് അത്ഭുതം തോന്നി.
അവൾ ഓടി വന്ന് സാബുവിന്റെ കാലിൽ ചുറ്റിപ്പിടിച്ചു. അയാൾ അവളെ ചേർത്ത് പിടിച്ചു. എന്നാ ഞാൻ ഇറങ്ങട്ടെ, രാവിലെ വരാം ചേട്ടാ, റെജിമോൻ പറഞ്ഞു. എന്നാ നീ രാവിലെ വാ. പിന്നെ ആ രാജേഷിന് നിന്നോട് ദേഷ്യമുണ്ടാവും, ശ്രദ്ധിക്കണേ. അവനിനി ഈ വഴിക്ക് വരില്ല. ചിരിച്ചുകൊണ്ട് റെജിമോൻ മെല്ലെ നടന്നപ്പോൾ ആ ഉമ്മറത്ത് നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ ജീവിതം തിരിച്ചു കിട്ടിയ സന്തോഷം പങ്കിടുകയായിരുന്നു സാബുവും തങ്കുവും പിന്നെ തത്തയും.